അസ്സലാമു അലൈക്കും. മറ്റ് സുഹൃത്തുക്കൾക്കെൻ്റെ അഭിവാദ്യം. പരിശുദ്ധമായ റമദാൻ മാസം അത് ഇവിടെ അവസാനിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. റമദാൻ മാസം അത് പരിശുദ്ധമായ വ്രതാനുഷ്ഠാനമാണ് അതിൻ്റെ പ്രത്യേകത. എല്ലാം അള്ളാഹുവിന് വേണ്ടി മാത്രം ദേഹച്ഛയെപ്പോലും വെടിഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവൻ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഒരു അന്നപാനീയങ്ങളും ഭക്ഷിക്കാതെ നോമ്പ് അനുഷ്ഠിക്കുന്നത്. ഇത് വെറും പട്ടിണി മാത്രമല്ല അതുകൊണ്ടുള്ള ഉദ്ദേശം, മറിച്ച് എല്ലാ അംഗങ്ങളും നോമ്പ് അനുഷ്ഠിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ളവരെ പറ്റി പരദൂഷണവും ഏഷണിയും പറയാൻ പാടില്ല. നാവ് കൊണ്ടും വേണ്ടാത്ത ഒരു കാര്യങ്ങളും അവൻ നോമ്പുകാരൻ ശബ്ദിക്കാൻ പാടില്ല എന്നാണ് അതിൻ്റെ വ്യവസ്ഥ. അതേപോലെ തന്നെ വളരെ ഐക്യത്തോടു കൂടി ക്ഷമ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതുപോലെ തന്നെ മനസ്സിനെ നിയന്ത്രിക്കുക, മനസ്സിനെ പാകപ്പെടുത്തുക. അള്ളാഹു എല്ലാവിധത്തിലും അവനെ കടിഞ്ഞാണിട്ടുകൊണ്ടാണ് നോമ്പ് നമ്മെ പരിശീലിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ധർമ്മങ്ങളും മാത്രമല്ല മറ്റ് കാര്യങ്ങളുമായിക്കൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ട് പഠിച്ചുകൊണ്ട് അറിവ് സമ്പാദിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടെല്ലാം കഴിഞ്ഞുകൂടേണ്ടതുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ആഘോഷങ്ങളാണ് നമുക്കുള്ളത്, അനുവദിച്ചത്. ഒന്ന് വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും. ഈ ചെറിയ പെരുന്നാളിൽ ഈദുൽ ഫിത്തർ നാം പള്ളിയിൽ പോയിക്കൊണ്ട് കുടുംബ സമ്പർക്കം പുലർത്തിക്കൊണ്ട് സാഹോദര്യവും ഐക്യവും പ്രകടിപ്പിച്ചുകൊണ്ട് ഒന്നിച്ചുകൊണ്ട് തന്നെ ഒറ്റക്കെട്ടായി ജീവിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇതെല്ലാം നമുക്ക് അള്ളാഹു കൽപ്പിച്ചുള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റുള്ള ആഘോഷങ്ങളെപ്പോലെ ഉത്സവങ്ങളെപ്പോലെയുള്ള ഒന്നല്ല അയിഞ്ഞാട്ടങ്ങളോ അല്ലെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങളിൽ നാം പോയിക്കൊണ്ട് ഒരു വിധത്തിലുള്ള അനാവശ്യമായ കാര്യങ്ങളിലും അകപ്പെടാൻ പാടില്ല. ഒരു മാസം നാം ഇവിടെ ഭക്തി നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ മാസം നാം നമുക്ക് ലഭിച്ച ആ പുണ്യത്തെ അല്ലെങ്കിൽ വിശുദ്ധിയെ കളഞ്ഞു കുളിക്കാതെ ഒരു ഇബാദത്ത് ആരാധന എന്ന നിലയിൽ പെരുന്നാളിനെ നാം ആഘോഷിക്കേണ്ടതുണ്ട്. പുതിയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പള്ളിയിൽ പോയിക്കൊണ്ട്, അതേപോലെ തന്നെ ഫിത്ർ സക്കാത്ത് എന്ന് പറയുമ്പോൾ, ഈ സക്കാത്ത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നോമ്പ് നമ്മുടെ ദേഹത്തെ ശുദ്ധീകരിക്കുകയാണെങ്കിൽ സക്കാത്ത് ദാനധർമ്മങ്ങളെല്ലാം നമ്മുടെ സമ്പത്തിനെ അതിൻ്റെ അഴുക്കിൽ നിന്ന്, ചെളിയിൽ നിന്ന്, മാലിന്യത്തിൽ നിന്ന് അതിനെ തുടച്ച് നീക്കലാണ് അതിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് സമ്പത്തിനെ നന്നാക്കി തീർക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇതിലുള്ളത്. അതേപോലെ തന്നെ ആരും അന്ന് പട്ടിണി കിടക്കാൻ പാടില്ല എന്നതാണ് ഫിത്ർ സക്കാത്തിൻ്റെ ഉദ്ദേശം. എല്ലാവരും ഒരു സമഭാവനയോടുകൂടി ജീവിക്കണം, എല്ലാവരും ഒരേ സന്തോഷത്തോടുകൂടി ജീവിക്കണം എന്ന ഉദ്ദേശമാണ് ഈദുൽ ഫിത്തറിൽ, ചെറിയ പെരുന്നാളിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഒരുമയും ഐക്യവും പ്രകടിപ്പിച്ചുകൊണ്ട് ഒന്നിച്ചുകൊണ്ട് പ്രയാസങ്ങളിൽ നിന്ന് പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ മീഡിയ വണ്ണിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈദാശംസകൾ നേരുന്നു. ലോകത്തെങ്ങുമുള്ള മുസ്ലിം സമൂഹം ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഒരു മാസം നീണ്ടുനിന്ന തീവ്രമായ വ്രതാചരണത്തിന് ശേഷമാണ് ചെറിയ പെരുന്നാൾ സമാഗതമാകുന്നത്. വ്രതമാസമായിട്ടുള്ള റമദാനിനോട് ചെറിയ പെരുന്നാൾ ചേർന്നു വരുന്നു എന്നുള്ളത് മതപരമായ ഒരു നിശ്ചയം മാത്രമല്ല, കാവ്യാത്മകമായ ഒരു ഭാവന കൂടിയാകുന്നു. ദരിദ്രരുടെ ആകുലതകളും വേവലാതികളും അവരുടെ പട്ടിണിയും സ്വയം സ്വാംശീകരിക്കുന്നതിൻ്റെ ആവിഷ്കാരമാണ് യഥാർത്ഥത്തിൽ റമദാനിലെ വ്രതം. എന്നാൽ സുഭിക്ഷതയുടെ ആഘോഷവും ഉത്സവവുമാണ് പെരുന്നാൾ എന്ന് പറയുന്നത്.
റമദാനിലെ വ്രതം ദൈവസാമീപ്യത്തിനായിട്ടുള്ള ആരോഹണ പ്രക്രിയയുടെ പേരാണ്. എന്നാൽ പെരുന്നാൾ ജനങ്ങളെ സേവിക്കാനും ജനങ്ങളെ സ്നേഹിക്കാനുമായി അവരിലേക്ക് ഇറങ്ങിപ്പുറപ്പെടുന്നതിനുള്ള പ്രചോദനവും ആഹ്വാനവുമാണ്. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പട്ടിണിയും ഭയവും പേറുന്ന ഒരുപാട് മനുഷ്യജന്മങ്ങളുണ്ട്. മനുഷ്യൻ അനുഭവിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കെടുതികളാണ് പട്ടിണിയും ഭയവും. പട്ടിണി കിടക്കുന്നവൻ്റെ ദുരിതങ്ങൾ സ്വയം ഏറ്റുവാങ്ങുവാനും പട്ടിണിയെ ദൂരീകരിക്കാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുവാനും വിശ്വാസിക്ക് കഴിയുമ്പോഴാണ് റമദാനും ആ റമദാനിന് ശേഷം വരുന്ന പെരുന്നാളും അർത്ഥവത്തായിത്തീരുന്നത്. അതുപോലെ തന്നെ ഭയചകിതരായി കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന ഒട്ടനവധി ജനസമൂഹങ്ങൾ ലോകത്തുണ്ട്. അവയിൽ ഒരു വിഭാഗമാണ് ഗസയിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന ഏതാനും ലക്ഷത്തോളം വരുന്ന ഫലസ്തീനികൾ. ദിനേനയെന്നോണം റോക്കറ്റുകൾ വന്നു വീഴുന്നത് അവരുടെ വീടുകളിലേക്കും അവരുടെ ആശുപത്രികളിലേക്കും അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുമാണ്. നമ്മുടെ കുട്ടികൾക്ക് തീ പാറുന്നത് കാണാൻ കടയിൽ നിന്ന് വാങ്ങി പൂത്തിരി കത്തിക്കേണ്ടി വരും. എന്നാൽ ഗസയിലെ കുട്ടികൾക്ക് തീ പാറുന്നത് കാണാൻ പൂത്തിരി കത്തിക്കേണ്ടതില്ല. കാരണം തീയുണ്ടകൾ അവരുടെ വീടുമുറ്റത്തേക്കാണ് വന്നു തറച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾ പെരുന്നാളിന് ശബ്ദം കേൾക്കുവാൻ പടക്കം പൊട്ടിക്കുന്നു. എന്നാൽ ഗസയിലെ കുട്ടികൾ പടക്കം പൊട്ടിക്കേണ്ടതില്ല. ഉഗ്രബോംബുകളുടെ സ്ഫോടനം അവരുടെ തലക്ക് മുകളിലാണ് നടക്കുന്നത്. ഇങ്ങനെ ഭയചകിതരായി കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ടി ഐക്യദാർഢ്യപ്പെടാനും ഈ പെരുന്നാൾ നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഓരോ വ്യക്തിയും തൻ്റെ സംരക്ഷണത്തിന് കീഴിൽ എത്ര പേർ ജീവിക്കുന്നുണ്ടോ അത്രയും പേർക്ക് വേണ്ടി, അവരിൽ ഓരോരുത്തർക്കും വേണ്ടി 3 ലിറ്റർ അരി വീതം ദരിദ്രർക്കായി വിതരണം ചെയ്തിരിക്കണമെന്നാണ് ഇസ്ലാം അനുശാസിക്കുന്നത്. ഈദുൽ ഫിത്ർ എന്നാണ് അതിന് പറയുന്നത്. ദൈവ സാമീപ്യത്തിന് വേണ്ടി നോമ്പനുഷ്ഠിച്ച വ്യക്തിയോട് ആദ്യമായി പറയുന്നത് ജനങ്ങളിലേക്ക് ഇറങ്ങണം എന്നാണ്. പെരുന്നാൾ ദിവസത്തിലെ എല്ലാ ആരാധനകളും പ്രോഗ്രാം ചെയ്തു വച്ചിരിക്കുന്നത് ജനങ്ങളോട് ഇടപഴകുന്നതിനു വേണ്ടിയും ഇടകലരുന്നതിനു വേണ്ടിയുമാണ്. പെരുന്നാൾ ദിവസത്തെ പ്രാർത്ഥന പൂർവാഹനത്തിൻ്റെ പകലിലാണ്. പെരുന്നാൾ ദിവസത്തിലെ പ്രാർത്ഥന തുറന്ന മൈതാനിയിലാണ്. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും യുവാക്കളും വൃദ്ധജനങ്ങളുമെല്ലാം അണിചേരുന്ന പെരുന്നാളിൻ്റെ മൈതാനിയിലുള്ള പ്രാർത്ഥന ജനങ്ങളുമായി ഇടപഴകുവാനുള്ള ആഹ്വാനമാണ്. അതിനുശേഷം കൂട്ടുകുടുംബങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും അയൽ വീടുകളിലും കുടുംബ വീടുകളിലും കയറി ഇറങ്ങുന്നതും എല്ലാ മതസമൂഹങ്ങളിലെയും ജനങ്ങളുമായി ആശംസകൾ കൈമാറി സഹവർത്തിത്വത്തിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുന്നതും പെരുന്നാളിൻ്റെ വിശിഷ്ടമായ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പെട്ടതാണ്. ചുരുക്കത്തിൽ ദൈവത്തിലേക്കുള്ള ആരോഹണമാണ് റമദാനിലെ വ്രതാനുഷ്ഠാനമെങ്കിൽ പെരുന്നാൾ ജനങ്ങളിലേക്കുള്ള ഇറങ്ങിപ്പുറപ്പെടലാണ്. സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വികാരമുയർത്തിക്കൊണ്ട് സമൂഹത്തിൽ ജീവിക്കാനും സമൂഹത്തിൽ അത്തരം സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും വിശ്വാസികൾക്ക് കഴിയുമ്പോൾ മാത്രമേ പെരുന്നാൾ ആഘോഷം അർത്ഥവത്തായി എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പെരുന്നാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും ഹൃദയം തുറന്ന പെരുന്നാൾ ആശംസകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വിശുദ്ധ റമദാൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട്
മുസ്ലിങ്ങൾക്ക് നൽകപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആഘോഷമാണ് പെരുന്നാൾ. ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ മുസ്ലിങ്ങൾ നേടിയെടുത്ത ആത്മവിശുദ്ധിയുടെ സമ്പൂർണമായ ഒരു ആഘോഷമായിട്ടാണ് പെരുന്നാളിനെ പരിശുദ്ധ ദീൻ കണക്കാക്കുന്നത്. വിശുദ്ധ പെരുന്നാൾ ആഘോഷം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു ആഗോള തലത്തിലുള്ള ആഘോഷമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി പൂർണ്ണമായ സമർപ്പണം നടത്തിയ ഒരു വിശ്വാസി വ്രതാനുഷ്ഠാനത്തിലൂടെ അവർക്ക് വളരെ അങ്ങേയറ്റം ആത്മവിശുദ്ധി നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അള്ളാഹുവിന് വേണ്ടി എല്ലാ സുഖ സൗകര്യങ്ങളെയും ഒഴിവാക്കി, അന്നപാനീയങ്ങൾ ഒഴിവാക്കി, ദേഹേച്ഛകൾ ഒഴിവാക്കി, അള്ളാഹുവിന് മാത്രമായി ഒരു മാസം സർവ്വസമയവും അള്ളാഹുവിൻ്റെ ആരാധനയിൽ മുഴുകി കഴിഞ്ഞുകൂടുക എന്നതാണ് ഒരു വിശ്വാസി വിശുദ്ധമായ റമളാൻ മാസത്തിൽ ചെയ്യുന്നു പോരുന്നത്. ആ മഹത്തായ കർമ്മത്തിന് അള്ളാഹു ഏറ്റവും ശ്രേഷ്ഠത നൽകുന്നുണ്ട് എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഏറ്റവും പുണ്യമായ പ്രതിഫലം അവിടെ നിന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഖുദ്സിയായ ഒരു ഹദീസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞത്, നോമ്പ് എനിക്കുള്ളതാണ്, അതിനുള്ള പ്രതിഫലം ഞാൻ നൽകും. എന്നാൽ ആ നിലക്ക് അള്ളാഹുവുമായി മാത്രം ബന്ധപ്പെടുന്ന ഒരു പുണ്യകർമ്മമാണ് ഈ വിശുദ്ധമായ മാസത്തിൽ വിശ്വാസികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് എങ്ങനെ നൽകും എന്നത് വ്യക്തമാക്കാതെ പൂർണ്ണമായും അതിൻ്റെ പ്രതിഫലം ഞാൻ നൽകും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതിന് വളരെ അളവറ്റ പ്രതിഫലമാണ് അല്ലാഹു നൽകുന്നത് എന്നതാണ്. അങ്ങനെയുള്ളൊരു പുണ്യകർമ്മത്തെ ഈ വിശുദ്ധമായ മാസത്തിൽ വിശ്വാസികൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ആ പ്രീതിക്ക് വേണ്ടി ഒരു മാസം ജീവിച്ചതിന് അവർക്കുള്ള ഒരു സന്തോഷത്തിൻ്റെ ഒരു പ്രതിഫലമാണ് ഈ പെരുന്നാൾ എന്ന് പറയുന്നത്. പെരുന്നാൾ ആഘോഷം വെറും ഒരു ആഘോഷം മാത്രമായിട്ടല്ല ഇസ്ലാം കാണുന്നത്. അതിൽ ഒരുപാട് പുണ്യകർമ്മങ്ങൾ പെരുന്നാളിൽ ചെയ്യാനുണ്ട്. പെരുന്നാളിൻ്റെ നമസ്കാരവും ഒക്കെ തന്നെ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു പരസ്പര സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമായിട്ടാണ് അവൻ അതിനെ കാണേണ്ടത്. എല്ലാ അകന്ന ബന്ധങ്ങളും അടുക്കാനും സ്നേഹബന്ധങ്ങൾ പരസ്പരം കൈമാറാനും ഉള്ള ഒരു ഒത്തുചേരലാണ് യഥാർത്ഥത്തിൽ പെരുന്നാൾ നമസ്കാരം എന്ന് പറയുന്നത്. ആ പെരുന്നാൾ നമസ്കാരത്തിലൂടെ അവർക്കുള്ള സ്നേഹം രൂഢമാക്കി അതിനെ ശരിക്കും ഉറപ്പിച്ച് പെരുന്നാൾ എന്ന ആഘോഷത്തിലൂടെ മുസ്ലിങ്ങൾ പരസ്പരം ഏകോദര സഹോദരങ്ങളായി ജീവിക്കണമെന്ന ഒരു മഹത്തായ പാഠം ഈ വിശുദ്ധമായ പെരുന്നാൾ നമസ്കാരത്തിലൂടെ യഥാർത്ഥത്തിൽ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ആ പെരുന്നാൾ ദിനം മുസ്ലിങ്ങളുടെ ഒരു ആഘോഷമാണ്. ആ ആഘോഷം പരസ്പര സ്നേഹത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും എല്ലാവിധത്തിലുള്ള ഒരു പ്രകടനമായി അതിനെ കണക്കാക്കാൻ എല്ലാവരും ആ ആഘോഷത്തിൽ പങ്കുചേരുന്നുണ്ട്. അതിനുവേണ്ട എല്ലാ ആശംസകളും അതിന് നൽകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യകർമ്മങ്ങൾ നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ.